എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വാട്ടർ പ്ലാന്റിൻ്റെ സെയിലല്ല, അല്ലാതെയുള്ള കുറച്ച് നോർമൽ വെറൈറ്റി പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റിൻ്റെ സെയിലുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിരുന്ന വാട്ടർ പ്ലാന്റ്സ് കോംബോ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. 250 രൂപ മാത്രമാണ്. ഒരു ഫ്ലവറിങ് വാട്ടർ ലില്ലി ഉൾപ്പെടെ 10 പ്ലാന്റ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കാണുന്നത് നേരത്തെ കണ്ട വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെയാണ്. അത് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റാണ് ബ്രൈഡൽ ബൊക്കെ. നമുക്ക് സ്റ്റിക്ക് കയറ്റിയൊക്കെ പടർത്തി വിടാൻ പറ്റിയ നല്ല പ്ലാന്റാണ്. നല്ല സ്മെല്ലുമാണ്. വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. അത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. മഴയൊക്കെ പെയ്ത് ഞാൻ വിചാരിച്ചത് പോയെന്ന് വിചാരിച്ചതാണ്. കാരണം അതിൻ്റെ വേരിനൊക്കെ കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നത് പൊട്ടിക്കിളിച്ച് നല്ല രീതിയിൽ തന്നെ ഫ്ലവറും ഉണ്ടായി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തുളസി തൈയും പിടിച്ചു തന്നു. ഇനി അതിൽ നിന്നും പിഴുത് മാറ്റണം. മഴയൊക്കെ പെയ്ത് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴീ കാണുന്നതെല്ലാം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും വെറൈറ്റികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മിക്കവാർക്കും ഇത് ഉള്ള പ്ലാന്റ് ആയിരിക്കും എല്ലാവർക്കും. എങ്കിലും ഗാർഡൻ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നല്ലൊരു അവസരമാണ്. ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഇത്രയും പ്ലാന്റുകൾ സ്വന്തമാക്കാം. കാരണം 20 രൂപ 10 രൂപ തൊട്ട് നമുക്ക് 80 രൂപ വരെയാണ് റേറ്റ്. 20 രൂപയുടെ പ്ലാന്റും ഉണ്ട്. അതുപോലെ തന്നെ 10 രൂപയുടെയൊക്കെ കൂഫിയ പ്ലാന്റ് ഉണ്ട്. അപ്പം ചില പ്ലാന്റുകളൊക്കെ കട്ടിങ്സ് ആയിരിക്കും. അതുപോലെ ബ്ലീഡിങ് ഹാർട്ട് വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്. അത് പല സ്ഥലത്ത് നിൽക്കുന്ന കാരണം നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗാർലിക് വൈൻ്റെ റൂട്ടഡ് 2-3 എണ്ണം ഉണ്ട്, കട്ടിങ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ വേണ്ട കൂട്ടുകാർ അത് ചോദിക്കുക. പിന്നെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളുണ്ട്, ഫേൺ വെറൈറ്റികൾ. അതുപോലെ തന്നെ കലാത്തിയ, കലേഡിയ, ഇതൊക്കെ ഇപ്പം നമുക്ക് ലഭ്യമാണ്. വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. വേണ്ട കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ റെക്സ് ബിഗോണിയയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. അതിന് 80 രൂപയാണ്. നല്ലതായിട്ട് ക്രീപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് റെക്സ് ബിഗോണിയ. അത് വേണ്ട കൂട്ടുകാർ ചോദിക്കുക. പിന്നെ ഫിലോഡെൻഡ്രൻ്റെ ഒരു വെറൈറ്റിയാണ് റെക്സ് ബിഗോണിയയുടെ കൂടെ നിൽക്കുന്നത്. അതിന് 80 രൂപയാണ്. അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റിക്ക് കയറ്റിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഈ കാക്കപ്പൂവിൻ്റെ പ്ലാന്റ്സിനൊക്കെ 20 രൂപയാണ്. അത് പിങ്കും ബ്ലൂവും ഉണ്ട്. ഇതൊക്കെ ബുഷിയായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ പല വെറൈറ്റി ലീഫി പ്ലാന്റുകളുണ്ട്. വൈറ്റും ഗ്രീനും കൂടെ കലർന്ന പ്ലാന്റ്. അതിൻ്റെയൊക്കെ കട്ടിങ്സ് റൂട്ടഡ് പ്ലാന്റുകളും ഉണ്ട്. അതിന് 10 രൂപയും 20 രൂപയൊക്കെയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ 3-4 വെറൈറ്റി ഉണ്ട്. അപ്പം വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഏത് പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വാങ്ങുമ്പോഴൊരു 100 രൂപയുടെ പ്ലാന്റെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ 60 രൂപ എന്തായാലും കൊറിയർ ചാർജ് ആകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പ്ലാന്റ്സ് വാങ്ങിച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയൊരു പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ റെഡ് ക്രീപ്പിംഗ് റോസിൻ്റെ 2-3 തൈയുണ്ട്. ക്രീപ്പിംഗ് റോസ് നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇപ്പോഴെൻ്റെ കയ്യിൽ എൻ്റെ ഫ്ലവറിൻ്റെ പിക്കില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 തൈയുണ്ട്. അതിന് 40 രൂപയാണ്. പിന്നെ അഗ്ലോണിമയുണ്ട്. അഗ്ലോണിമയുടെയൊക്കെ 3-4 വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അപ്പം വേണ്ട കൂട്ടുകാർ ചോദിക്കുക. കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റ് വാങ്ങിച്ചില്ലെങ്കിലും വീഡിയോ മൊത്തം കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കലാത്തിയയ്ക്കൊക്കെ ഇപ്പോൾ മഴയായതിനു ശേഷം നല്ല ഉണർവാണ്. മഴ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് കലാത്തിയ. അതുപോലെ തന്നെ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ലീഫെല്ലാം ചുരുണ്ട് പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് തണലും ഇഷ്ടമാണ്. അതുപോലെ തന്നെ മഴയുമാണ് കലാത്തിയ പ്ലാന്റിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ബാംബു ഓർക്കിഡ് സെയിലിനായിട്ടുണ്ട്. ബാംബു ഓർക്കിഡ് നമ്മൾ നേരത്തെ ഓർക്കിഡ് കോംബോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്.
അതിൻ്റെ തൈക്ക് 40 രൂപയാണ്. വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ഓർക്കിഡ് കോംബോ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം സെയിലിന് റെഡി ആയിട്ടുള്ളവയാണ്. ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. DTDC കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ്. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ കേരളത്തിന് പുറത്തോട്ടും അയക്കും. വാട്ടർ പ്ലാന്റ്സ് കേരളത്തിന് പുറത്തോട്ട് അയക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ഡാമേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ പ്ലാന്റ്സ് കേരളത്തിന് പുറത്തോട്ട് ഇപ്പോഴും അയക്കാൻ ഞാൻ മടിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലോട്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ അല്ലാതെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ അയക്കുന്നത് നമുക്ക് ഒരു റിസ്ക്കാണ്. അതുകൊണ്ട് വാട്ടർ പ്ലാന്റ് അങ്ങനെ ഒരുപാടൊന്നും അയക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റ് വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഫേൺ വെറൈറ്റികളൊക്കെ 3-4 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഫേൺ വെറൈറ്റികൾ വേണ്ട കൂട്ടുകാർ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനും പിന്നെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഈ ഫേൺ വെറൈറ്റികൾ വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കലേഡിയത്തിൻ്റെ 2-3 വെറൈറ്റികൾ മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വേറെ 3-4 പ്ലാന്റുകളും കൂടിയുണ്ട്. അപ്പോൾ അത് വേണ്ടവർ പറഞ്ഞാൽ മതി. ഇപ്പം ബാംബു ഓർക്കിഡിൻ്റെ തൈയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. നല്ലൊരു പ്ലാന്റാണ് ബാംബു ഓർക്കിഡ്. അപ്പോൾ അതൊക്കെ നേരത്തെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അത് ഓർക്കിഡിൻ്റെ കോംബോ ആയിട്ട് നമ്മുടെ നാടൻ ഓർക്കിഡ് കോംബോ നേരത്തെ കൊടുത്തിരുന്നില്ല, അതിപ്പോഴും ലഭ്യമാണ്. പിന്നെ അല്ല ഡവ് ഓർക്കിഡ് അങ്ങനെയൊക്കെയുള്ള 3-4 വെറൈറ്റികളും കൂടിയുണ്ട്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റൊക്കെ നല്ല വൈറ്റ് പോട്ടിനകത്ത് പോട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കാണുന്നത് സക്സീലൻ്റ് പ്ലാന്റാണ്. സക്സീലൻ്റ് പ്ലാന്റിൻ്റെ വലിയ തൈയുമുണ്ട്, അതുപോലെ തന്നെ ചെറിയ തൈയുമുണ്ട്. 30 രൂപയും 20 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ ഏതെങ്കിലും വേണമെങ്കിൽ കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് ആക്കാൻ അറിയാത്തവർ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഒന്നുകൂടി ഞാൻ പിക്കിട്ട് തരുന്നതായിരിക്കും. ബ്ലീഡിങ് ഹാർട്ടൊക്കെ പിന്നെ കട്ടിങ്സ് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. ഇപ്പം കാരണം മഴയായതിനാൽ ഈ പ്ലാന്റുകൾക്കെല്ലാം നല്ല ഉണർവാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പം വാങ്ങിക്കാൻ പറയുന്നത്. കാരണം മഴ മാറിയതിന് ശേഷം വെച്ചാൽ ഇതൊക്കെ പിടിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാതെയുള്ള പ്ലാന്റ്സും ഒക്കെ വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ